അപ്പൊ ഏത് നിമിഷവും ഇല്ലാണ്ടാകുന്നതായ ഈ ഒരു ജന്മത്തില് ഭഗവാനെ സേവിക്കാൻ ഒരു സമയം വരും, കാത്തിരിക്കരുത്. നാമം ജപിക്കാൻ ഒരു അവസരം വരട്ടെ, കാത്തിരിക്കരുത്. നാവുണ്ടോ? നാമം ജപിക്കാനുള്ള ആഗ്രഹമുണ്ടോ? കർമ്മവാസനയെ കുറിക്കുന്ന സപ്തമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗംഗാതീരത്ത് പ്രായോപവേശ വ്രതവുമായി എത്തിച്ചേർന്ന പരീക്ഷിത്തിന്റെ മുൻപിൽ വ്യാസപുത്രൻ ആത്മാരാമനായ ശ്രീശുക ബ്രഹ്മഋഷി അനവരതം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മഹിമകളെ, ഭഗവത് കഥകളെ സർവവും മറന്നുകൊണ്ട് പാനം ചെയ്യുന്നു പരീക്ഷിത്. അവിടെ വൃത്രാസുരൻ എന്ന പരമഭാഗവതനായ അസുരന്റെ ചരിതവും യുദ്ധഭൂമിയിൽ വച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ വൃത്രാസുരന് സാധിച്ചത് പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവായിരിക്കെ നേടിയതായ പുണ്യം, അതിന്റെ ഫലമാണ് എന്നും ഓർമ്മിപ്പിച്ച് എത്രയൊക്കെ ആസുരിക ബുദ്ധിയോടുകൂടിയിട്ട് ഉള്ളിൽ നിറച്ചവരാണെങ്കിലും ശ്രീനിവാസ പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ ആസുരികത ഇല്ലാണ്ടാവും എന്ന് ഇന്ദ്രനെ കൊല്ലാൻ പുറപ്പെട്ടതായ ദിതീദേവിക്കൊടുവിൽ ഇന്ദ്രനെ തന്നെ സ്വപുത്രഭാവത്തിൽ കാണേണ്ടി വന്നതായ മരുതുൽപ്പത്തി എന്ന പ്രകരണം കൂടി പാടിയിട്ടാണ് ഭാഗവതത്തിലെ 6-ാം സ്കന്ധം ഗുരുനാഥൻ സമർപ്പിച്ചത്. സപ്തമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരീക്ഷത്തിന്റെ ഒരു സംശയമാണ്, എല്ലാവരെയും ഒരുപോലെ കാണണം, എല്ലാത്തിലും ഈശ്വരഭാവമുണ്ട്, എല്ലാത്തിലും ഭഗവത് ചൈതന്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ എന്താ എല്ലാവരെയും ഒരുപോലെ കാണാത്തത്? ദേവന്മാരോട് അധികം സ്നേഹം, അസുരന്മാരോട് കുറച്ച് സ്നേഹം കുറവ്, ഇതൊക്കെയാണ് ഞാൻ കേട്ട കഥകളിലൊക്കെ. അപ്പോ ഭഗവാന് ചില പക്ഷഭേദങ്ങളുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോഴാണ് പരീക്ഷത്തെ അങ്ങയുടെ മുത്തശ്ശനായ യുധിഷ്ഠിരൻ പണ്ട് രാജസൂയ യാഗവേദിയിൽ ഇതുപോലൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അന്ന് ചോദിച്ചത് നാരദരോടാണ്. രാജസൂയം എന്ന മഹായാഗം നടത്തി പാണ്ഡവന്മാര് ആ യാഗവേദിയിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപൂജ ചെയ്യുമ്പോൾ ശിശുപാലൻ എന്നുള്ള പരമദുഷ്ടൻ കൃഷ്ണനെ ശകാരിച്ചു. ശകാരം അതിര് കടന്നതും ഭഗവാൻ തന്റെ സുദർശന ചക്രം അയച്ച് ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് സകലരും നോക്കി നിൽക്കെ ഒരു ജ്യോതിസ് ഭഗവാന്റെ പാദത്തിലേക്ക് ലയിക്കുന്നതായ കാഴ്ച കണ്ടപ്പോ തിരുനാമം ജപിച്ചതായ സകല ഭക്തന്മാരുടെയും ഉള്ളില് ഒരു സംശയം, അല്ല ചീത്ത വിളിച്ച ശിശുപാലന് മോക്ഷം കിട്ടി, നാമം ജപിക്കണം, നമ്മളൊക്കെ ഇപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, നാമം ജപം നിർത്തിയാലോ, ചീത്ത വിളി നമുക്കും തുടങ്ങിയാലോ എന്നുള്ള ഭാവത്തില് എല്ലാവരും അത്യാശ്ചര്യത്തോടു കൂടിയിട്ട് ഈ ഒരു രംഗം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാജസൂയ യാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന പാണ്ഡവശ്രേഷ്ഠനായ ധർമ്മപുത്ര മഹാരാജാവ് അടുത്തിരിക്കുന്ന നാരദരോട് ചോദിച്ചത്, നാരദ മഹർഷേ, ഈ കൃഷ്ണൻ എന്തിനാ ഇങ്ങനെ മോക്ഷം കൊടുത്തത്? ശിശുപാലൻ ഇത്രയും ആൾക്കാരുടെ മുൻപിൽ കൃഷ്ണനെ ചീത്ത വിളിച്ചിട്ട് മോക്ഷം കൊടുത്താൽ ഈ നാമം ജപിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്താ തോന്നുന്നുണ്ടാവുക? മോക്ഷം കിട്ടാൻ എളുപ്പം ചീത്ത വിളിക്കല എന്നല്ലേ? അപ്പൊ എന്തുകൊണ്ടാ ശിശുപാലന് മോക്ഷം കൊടുത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് നാരദര് പറയണത്, ഹേ പരീക്ഷിത്, യുധിഷ്ഠിര മഹാരാജാവേ, ശിശുപാലന്റേതും ഭക്തി തന്നെയാണ്. കാരണം ഭക്തി എന്ന് പറഞ്ഞാൽ കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയിൽ, ഏത് വികാരവും ഭഗവാനിലേക്ക് വച്ചാൽ അത് ഭക്തിയാണ്. പ്രേമമായാലും പേടിയായാലും സ്നേഹമായാലും ദ്വേഷമായാലും ഭഗവാൻ നോക്കുന്നത് ഏത് വികാരം എന്നുള്ളതല്ല, ഭഗവാൻ നോക്കുന്നത് തന്നെയാണോ സ്മരിക്കുന്നത് എങ്കിൽ അനുഗ്രഹിക്കും. ഉദാഹരണം വേണോ? ഗോപ്യകാമാൽ ഭയാൽ കംസഹ, വൃന്ദാവനത്തിലെ ഗോപികമാരുടെ പ്രേമവും കംസന്റെ പേടിയും ശിശുപാലാദികളുടെ ദ്വേഷവും പാണ്ഡവന്മാരുടെ സ്നേഹവും എല്ലാം ഗുരുവായൂരപ്പൻ ഒരുപോലെ തന്നെ അല്ലേ? ഭഗവാന്റെ പാദത്തിലേക്ക് അർച്ചിക്കുന്ന പുഷ്പങ്ങൾക്കൊക്കെ പല പേരുകളുണ്ടെങ്കിലും ആ പുഷ്പങ്ങളെല്ലാം
ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒന്ന് തൊടുമ്പോഴേക്കും പ്രസാദം എന്ന ഒരു ഭാവത്തിലേക്ക് മാറുന്നുണ്ട് എന്നതുപോലെ ഏത് വികാരവും ഭഗവാനിലേക്ക് ചേർത്താൽ അത് ഭക്തിയാണ്. അത്തരത്തിൽ ഉള്ളിൽ ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ സുരനായാലും അസുരനായാലും ദേവനായാലും മൃഗമായാലും നരനായാലും ഭഗവാൻ കടാക്ഷിച്ചിട്ടുണ്ട്, വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അസുരന്മാരെ അനുഗ്രഹിച്ച കഥ അങ്ങ് കേൾക്കാഞ്ഞിട്ടാണ്. ഈ ശിശുപാലന്റെ ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളായിട്ടായിരുന്നു ശിശുപാല ദന്തഭക്തന്മാര്. അന്ന് ആ ഹിരണ്യകശിപുവിന്റെ പുത്രനായ പരമഭാഗവതനായ പ്രഹ്ലാദൻ എന്ന ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാൻ ഭഗവാൻ അത്യദ്ഭുത നരസിംഹാവതാരമായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് പ്രഹ്ലാദൻ എന്ന പരമഭാഗവതനെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചില്ലേ യുധിഷ്ഠിര. അപ്പൊ ഭഗവാൻ നോക്കുന്നത് ഭക്തിയുണ്ടോ? കേവലമായ നിഷ്കളങ്കമായ കളവില്ലാത്തതായ ഭക്തി തന്നോടുണ്ടോ? അതാരായാലും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് രാജസൂയ യാഗരംഗത്തിൽ യുധിഷ്ഠിരനൊരു മോഹം. നാരദ മഹർഷേ, ആ നരസിംഹാവതാര കഥ അങ്ങൊന്ന് പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഈ ഒരു രംഗത്തിലാണ്, രാജസൂയം എന്ന മഹായാഗ രംഗത്തിൽ വെച്ച് ശ്രീനാരദ മഹർഷി പാടുന്ന ഭാവത്തിലാണ് ഭാഗവതത്തിലെ നരസിംഹാവതാര രംഗം. യുധിഷ്ഠിരനോട് നാരദര് ചോദിച്ചു, അങ്ങ് എവിടം വരെയാ കേട്ടത്? ഈ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളുടെ കഥയില് ഹിരണ്യകശിപുവിന്റെ കഥയാണ് ഇനി പറയേണ്ടത്. അപ്പോ ആ കഥ തുടങ്ങിയിട്ട് അതിന്റെ ഇടയില് അല്ല അപ്പൊ ഹിരണ്യാക്ഷനോ, അപ്പൊ ഈ ഹിരണ്യാക്ഷൻ എങ്ങനെയാ ജനിച്ചതെന്നൊക്കെ ചോദിച്ചാൽ സമയം കുറെ പോകും. ഇപ്പൊ തന്നെ സമയം വല്ലാണ്ട് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ വരെ അങ്ങ് കേട്ടത് എന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു, ഹിരണ്യാക്ഷനായി വന്ന് ഭഗവാൻ വരാഹമൂർത്തിയെ വധിച്ചു എന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. സൗകര്യായി, എന്നാ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാക്രോഡമൂർത്തിന ഹിരണ്യകശിപൂരാജൻ പര്യതപ്യൽ രുഷാശുച. തന്റെ സഹോദരനായ ആ ഹിരണ്യാക്ഷനെ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു ഒരു കാട്ടുപന്നിയുടെ വേഷത്തിൽ വന്നു വധിച്ചു, വരാഹരൂപത്തിൽ വന്നു വധിച്ചു എന്നറിഞ്ഞതായ ഹിരണ്യകശിപു എന്തെന്നില്ലാത്തതായ ക്രോധത്തോടുകൂടി തന്റെ കൂട്ടാളികളായ അസുരന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് അവരോടൊക്കെ ആയിട്ട് ആഹ്വാനം ചെയ്തു. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ, എന്റെ സഹോദരനെ ആ മഹാവിഷ്ണു കൊന്നു. നേരിട്ട് വന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമില്ല. ഇത് ഒരു കള്ളവേഷം കെട്ടിയിട്ട് ഒരു കാട്ടുപന്നിയുടെ വേഷം കെട്ടി ചതിച്ചു കൊന്നു. അതുകൊണ്ട് എന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ചതായ ആ വിഷ്ണുവിന്റെ മാറു കുത്തിപ്പിളർന്ന് വിഷ്ണുവിന്റെ രക്തം കൊണ്ട് ഞാൻ ഗുരുതി തർപ്പണം ചെയ്യും എന്റെ സഹോദരന്. ഇതാണ് എന്റെ സത്യപ്രതിജ്ഞ. എല്ലാവരും കൈയടിച്ചു. ഹിരണ്യകശിപു ചെന്ന് ഹിരണ്യാക്ഷന്റെ ശവശരീരം കെട്ടിപ്പിടിച്ചു കരയുന്ന ഹിരണ്യാക്ഷപത്നിയായ രുഷാഭാനുവിനെയും മക്കളെയും തന്റെ അമ്മയായ ദിതിയെയും ഒക്കെ തത്വോപദേശം കൊടുത്ത് സമാധാനിപ്പിച്ചു. ശരീരം പഞ്ചഭൂതാത്മകമാണ് എന്നും ആ പഞ്ചഭൂതാത്മകമായ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു ലയിക്കേണ്ടതാണ് എന്നും അതിനകത്തുള്ളതായ നിത്യമായ ചൈതന്യം അത് നാശമില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ട് ഹിരണ്യാക്ഷൻ നമ്മളൊക്കെ സ്നേഹിച്ച ഈ ശരീരത്തിനകത്തുണ്ടായിരുന്നതായ ആ ചൈതന്യം അത് നശിക്കാതെ ഉണ്ട്. അതുകൊണ്ട് വിഷമിക്കരുത് എന്നൊക്കെ പരമതത്വം പറഞ്ഞുകൊടുത്ത് ഈ ദിതിയെയും സഹോദരിയെയും ഒക്കെ സമാധാനിപ്പിച്ച് ഹിരണ്യകശിപു പുറപ്പെട്ടു കഠിനമായ തപസ്സിന്. സതേപേ മന്ദരദ്രോണ്യാം തപ പരമദാരുണം. അല്ലേ, ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിന് മുകളിൽ കയറിയിട്ട് ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയുടെ ഏറ്റവും മുനയില് ചെന്നിട്ടാണ് തപസ്. പരമദാരുണം. കണ്ടാൽ നമുക്ക് തോന്നും അത്രേ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് തോന്നുന്ന. കാരണം ഈ ഹിരണ്യകശിപു നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, സമയം കിട്ടുമ്പോ ഒന്ന് നമ്മൾ നിന്ന് നോക്കണം വീട്ടിൽ നിന്ന്. പക്ഷെ നിൽക്കുന്നതിന് മുമ്പ് ഒരാഴ്ച റെസ്റ്റിനുള്ള സമയം കൂടി കാണണം. പാദാങ്കുഷ്ഠാശ്രിതാവനി. ഒരു കാല് മടക്കി മറ്റേ കാലിന്റെ പെരുവിരല് മാത്രം നിലത്ത് കുത്തി
രണ്ട് കൈകളും മുകളിലേക്ക് കൂപ്പി തല മുകളിലേക്ക് ഉയർത്തി കണ്ണടച്ചിട്ടല്ല, കണ്ണൊരൊറ്റ ദൃഷ്ടിയിലേക്ക് അനങ്ങാതെ പിടിച്ചിട്ടാണ് ഹിരണ്യകശിപുവിന്റെ തപസ്. കാലാത്മനശ്ച നിത്യത്വ സാധയിഷ്യേ വ്രതം മമ. ഞാൻ വിചാരിച്ച കാര്യം നേടാതെ ഇനി ഇവിടുന്ന് ഞാൻ അനങ്ങില്ല. ഇതാണ് മനസ്സിന്റെ ഉറപ്പ് അല്ലേ? പറയുമ്പോ ഈ പറഞ്ഞ തപസ്സിലാണെങ്കിലും ഒരു ഉറപ്പ് നമ്മളെക്കാൾ ഈ അസുരന്മാർക്കാണോ എന്ന് തോന്നും ചിലപ്പോൾ. ഏതായാലും ആ തപസ് കാലങ്ങൾ അനേകം കഴിഞ്ഞു. ഋതുക്കൾ മാറി മാറി വന്നു. ഹിരണ്യകശിപുവിന്റെ ശരീരം മുഴുവൻ ചിതൽപുറ്റു വന്ന് മൂടി. അതിനകത്തുള്ള മജ്ജയും മാംസവും രക്തവും ഒക്കെ പലതരം പക്ഷികൾ, പക്ഷിമൃഗാദികള് ഭക്ഷണമാക്കി കഴിച്ചു. ഇപ്പോ പ്രാണാഹി അസ്ഥിഷുശേരതെ, ഒരസ്ഥികൂടം മാത്രം. അപ്പോഴും തപസ്സിന് മാറ്റണ്ടായില്ല. കഠിനമായ ആ ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട് ദേവലോകം പോലും എന്തെന്നില്ലാത്ത ഒരു ചൂട് വ്യാപിക്കാൻ തുടങ്ങി. വല്ലാണ്ട് ചൂടെടുക്കാൻ തുടങ്ങി. ചൂടങ്ങനെ കൂടിയപ്പോ ഇതാവോ ചൂടധികം എന്ന് ആദ്യം വിചാരിച്ചു. അതിന്റെ ചൂടൊന്നല്ല, ഇത് ഭൂമിയിൽ നിന്ന് വരുന്ന ചൂടാ. എവിടെന്നാ ഈ ചൂട്? അപ്പോഴാണ് ദേവന്മാര് മനസ്സിലാക്കിയത് ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ പ്രഭാവമാണ്. ബ്രഹ്മാവിനെയാണ് ഹിരണ്യകശിപു തപസ് ചെയ്യണത്. ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ഹിരണ്യകശിപുവിന്റെ തപസ് ഇല്ലാണ്ടാക്കണം. കാരണം ഇവൻ ഇങ്ങനെ തപസ് തുടർന്നു പോവാണെങ്കിൽ അങ്ങ് വരം കൊടുത്ത് ഞങ്ങളുടെ നേരെയാണല്ലോ ആദ്യം വരിക, ഞങ്ങളൊന്നും അപ്പോഴേക്ക് ബാക്കിയുണ്ടാവില്ല. എങ്ങനെയെങ്കിലും തപസ് നിർത്തൂ എന്ന് പറഞ്ഞതും ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന്റെ മുൻപിൽ അവതരിച്ചു. നോക്കുമ്പോ ഒരു ചെതൽപുറ്റു മാത്രമേ ഉള്ളൂ. തന്റെ കയ്യിലുള്ളതായ കമണ്ഡ ജലം എടുത്ത് ആ ചെതൽപുറ്റിലേക്ക് ഒന്ന് തളിച്ചതും സർവാവയവ സമ്പന്നോ വജ്രസംഹനനോ യുവ, എന്തെന്നില്ലാത്തതായ തേജസ്സോടുകൂടി കാച്ചുപഴുപ്പിച്ചതായ സ്വർണത്തിന്റെ നിറത്തോടുകൂടി ഉരുക്കിന്റെ ബലത്തോടുകൂടി ഹിരണ്യകശിപുവിന് ഒരു പുതിയ ശരീരം അവിടെ കിട്ടിയെന്ന. തന്റെ ആ ശരീരത്തിന്റെ തേജസ്സും ബലവും ഒക്കെ കൂടി കണ്ടപ്പോ ഹിരണ്യകശിപുവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ആരാ തന്നെ ചോദിച്ചിട്ടൊന്നല്ല, ചോദിക്കാണ്ട് തന്നെ തനിക്ക് ഇത്ര വലിയ അനുഗ്രഹം തന്നത് ആരാ എന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന നാൻമുഖനായ ബ്രഹ്മാവിനെ കണ്ടത്. ഹർഷാശ്രുപുളകോദ്ഭേദ, ആനന്ദം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ ആ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ അതിഗംഭീരമായിട്ടങ്ങ് സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ടപ്പോ ബ്രഹ്മാവിന് വലിയ സന്തോഷമായി. കാരണം ബ്രഹ്മാവിന് എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരു തവണ കിട്ടണ ചാൻസാ എന്ത് ഈ സ്തുതി കേൾക്കല്. ബ്രഹ്മാവിന് അങ്ങനെ എല്ലാവരും ഒന്നും തപസ് ചെയ്യാറുമില്ല, മൂപ്പർക്ക് അധികം അമ്പലവും ഇല്ല. അതുകൊണ്ട് ഈ സ്തുതി എപ്പോഴെങ്കിലും ഒന്ന് കേട്ടാൽ ബ്രഹ്മാവിന് വലിയ സന്തോഷാവും. ആ സന്തോഷത്തിൽ ബ്രഹ്മാവ് ഇരിക്കുമ്പോ ബ്രഹ്മാവിനോട് ഹിരണ്യകശിപു പറഞ്ഞു, ഹിരണ്യകശിപു, ബ്രഹ്മദേവ, എനിക്കൊരൊറ്റ വരം തന്നാ മതി. എന്താ വരം? മൃത്യുർമാ, മരിക്കരുത്. അത് തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം മരണം എന്നുള്ളത് കാലത്തെ അതിജീവിക്കാനുള്ള കഴിവാണ്, അതെനിക്കില്ല. ഹിരണ്യകശിപുവിന് വല്ലാത്ത സങ്കടമായി. കാരണം ഈ ഒരൊറ്റ വരം കിട്ടാൻ വേണ്ടിയിട്ടാ ഇത്ര കാലം ഞാൻ ഇങ്ങനെ തപസ് ചെയ്തത്. ഇനിയിപ്പോ എന്തു വേണം? ഒരു കാര്യം ചെയ്യാം, മരിക്കാനുള്ള സകല സാധ്യതകളും ഇല്ലാണ്ടാക്കുക. മരണം കടന്നു വരുന്നതായ വാതിലുകളൊക്കെ കൊട്ടിയടയ്ക്കാം എന്ന് തീരുമാനിച്ച് ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് പറഞ്ഞു, എങ്കിൽ എനിക്കൊന്നല്ല ഒന്നിലധികം വരങ്ങൾ വേണം. എത്ര വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അവിടുന്ന് ഹിരണ്യകശിപു തുടങ്ങി വരങ്ങൾ ചോദിക്കാൻ. ലോകത്തിൽ ഒരാളും ഇത്ര വരങ്ങൾ ഒപ്പം നേടിയിട്ടുണ്ടാവില്ല അല്ലേ? വരങ്ങൾ നേടിയ ആ കണക്കെടുത്താൽ ഇന്നും ഗിന്നസ് ബുക്കിൽ ഒന്നാമത്തെ സ്ഥാനം ഹിരണ്യകശിപുവിന് തന്നെയാണ്. ഹേ ബ്രഹ്മദേവ, എനിക്ക് രാത്രി മരിക്കരുത്, പകല് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, മനുഷ്യന്മാര് കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, ജീവനുള്ളത് കൊണ്ട് ചാവരുത്, ജീവനില്ലാത്തത് കൊണ്ട് ചാവരുത്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, കിന്നരന്മാര് ഇവരൊന്നും കൊല്ലരുത്, വെള്ളത്തിൽ മുങ്ങിച്ചാവരുത്, വിഷം കഴിച്ച് മരിക്കാനിട വരരുത്. ഇങ്ങനെ വരങ്ങൾ അനേകം 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 ഹിരണ്യകശിപു ആരിക്കൂട്ടി എന്ന് മാത്രമല്ല, തൊൽ വിസൃഷ്ടേഭ്യോ, വല്ലതും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? വേണ്ട. ബ്രഹ്മദേവ, അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുക്കളെ കൊണ്ടും എനിക്ക് മരണം ഉണ്ടാവരുത്. ആയി. ഇനിയിപ്പോ ഒന്നും ഉണ്ടാവില്ല. കാരണം ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ലേ ഉള്ളൂ ഈ ലോകത്ത് മുഴുവൻ എന്ന് ഹിരണ്യകശിപു ചിന്തിച്ചു. പക്ഷേ ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ഒരാള് താഴെയുണ്ട് എന്ന് മറന്നുപോയി ഹിരണ്യകശിപു. ഇവിടെ
സകല വരങ്ങളും ബ്രഹ്മാവിൽ നിന്ന് നേടിയതായ ഹിരണ്യകശിപു ത്രിലോകങ്ങളെയും തന്റെ കാൽക്കീഴിൽ ഒതുക്കി സകലതരത്തിലും നാമജപം നിർത്തി ഭഗവാന് ശക്തി പകരുന്നതായ ക്ഷേത്രങ്ങള്, ആശ്രമങ്ങള്, നാമജപങ്ങള്, ഹോമങ്ങള്, ദാനം, തപസ്, യജ്ഞം ഇതൊക്കെ ഇല്ലാണ്ടാക്കി. ഒരു സ്ഥലത്തും ഇനി നാരായണനാമം ജപം കേൾക്കാൻ പാടില്ല എന്ന നിയമമിറക്കി. അസുരന്മാര് വാളുമെടുത്ത് ഇറങ്ങി ആരെങ്കിലും നാരായണ എന്ന് ജപിക്കണുണ്ടെങ്കിൽ രണ്ടാമത് ജപിക്കാൻ തലയുണ്ടാവില്ല. അത്തരത്തിൽ നാമം ജപം ഒരു മഹാ അപരാധമാക്കി മാറ്റി ഹിരണ്യകശിപുവിന്റെ ഭരണസഭ. അത്തരത്തിൽ ലോകത്തിലുള്ളതായ സകല നാമജപവും നിർത്തി എന്ന് സമാധാനിച്ച് ഹിരണ്യകശിപു കൊട്ടാരത്തിൽ ഇരുന്നപ്പോഴാണ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നൊരു നാമജപം തുടങ്ങുന്നത്. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഹിരണ്യകശിപുവിന് 4 മക്കള്: ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ. അല്ലേ? ഇപ്പൊ പണ്ടേ ഉണ്ട് ഈ മാച്ചായിട്ടുള്ള പേരിടുന്ന. ഇപ്പൊ അങ്ങനെയാണല്ലോ, മൂത്ത കുട്ടിയുടെ പേര് സൂന്നാണെങ്കിൽ ബാക്കിയൊക്കെ സു. അതുപോലെ ഹിരണ്യകശിപു നല്ല പേരുകൾ നോക്കി സെലക്ട് ചെയ്തിട്ടതാ. ഇതിൽ ഇളയവനാണ് പ്രഹ്ലാദൻ. പക്ഷേ നാരദര് പറയുന്നു, ഗുണേർമഹതുപാസക, ഗുണങ്ങളെ കൊണ്ട് പ്രഹ്ലാദനാണ് ശ്രേഷ്ഠൻ എന്ന് പറയാം. എന്തൊക്കെയാ പ്രഹ്ലാദന്റെ ഗുണങ്ങള്? ഗുണൈരലം അസംഖ്യേർ. യുധിഷ്ഠിര, പ്രഹ്ലാദന്റെ ഗുണങ്ങൾ പറയാൻ പുറപ്പെട്ടാ തീരില്ല. എല്ലാം ഒന്നും പറയാൻ നമുക്കിപ്പോ സമയമില്ല. കുറച്ച് ഗുണങ്ങൾ പറയാം. ബ്രഹ്മണ്യ, സത്യസന്ധോ, ജിതേന്ദ്രിയ, ഗുരുഷു ഈശ്വര ഭാവന. ഏറ്റവും വലിയ പ്രഹ്ലാദന്റെ ഗുണം ഗുരുത്വം എന്നുള്ളത് തന്നെയാ. പിന്നെ ബ്രഹ്മണ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു, സകലരോടും സൗഹൃദത്തോടുകൂടി പെരുമാറുന്നവനായിരുന്നു. ഇങ്ങനെ സകല ഗുണങ്ങളും തികഞ്ഞ മകനായിരുന്നു. ആരുടെ കഥയിൽ പറയുന്നത്? പ്രഹ്ലാദൻ. അല്ലേ? സകല ഗുണങ്ങളും തികഞ്ഞ പുത്രനായിരുന്നു പ്രഹ്ലാദൻ. ഇത് കേട്ടപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ല നാരദ മഹർഷി, ഇത്രയും ഗുണങ്ങളുള്ള ഒരു മകൻ ഉണ്ടാവാനല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് ഈ ഹിരണ്യകശിപുവിന് എന്താ ഇത്ര വിദ്വേഷം ഈ പ്രഹ്ലാദനോട് വന്നത്? അപ്പൊ നാരദര് പറഞ്ഞു, ഹിരണ്യകശിപുവിനും അതന്നെയാ കുഴപ്പം. എന്ത്? ഇത്ര ഗുണുണ്ടാവാൻ പാടില്ല. അസുരനല്ലേ, തന്റെ മകൻ ഇതുപോലെയുള്ള ഗുണമൊന്നും ശീലിക്കാൻ പാടില്ല. ആദ്യമൊന്നും ഹിരണ്യകശിപു ശ്രദ്ധിച്ചില്ല. കാരണം ന്യസ്തക്രീഡനകഃ, മറ്റു കുട്ടികളെ പോലെ കളിപ്പാട്ടങ്ങളോടൊന്നും താല്പര്യമില്ല. മറ്റു കുട്ടികളെ പോലെയുള്ളതായ ആഭരണങ്ങളോടോ വസ്ത്രങ്ങളോടോ ഒന്നും താല്പര്യമില്ല. അധിക സമയവും പ്രഹ്ലാദൻ ഏകാന്തതയില് കണ്ണുകളടച്ചിരിക്കും. ഇടയ്ക്ക് കൊച്ചിരുതതി വൈകുണ്ഠ ചിന്താശബളചേതന. ഇടയ്ക്ക് ആ പ്രഹ്ലാദൻ ഭഗവാന്റെ ഈ അത്ഭുത സൃഷ്ടിയെ കുറിച്ചോർത്ത്, എത്രയോ ജീവജാലങ്ങള് ഈ ലോകത്തിൽ പ്രാരബ്ധം അനുഭവിച്ച് വട്ടം ചുറ്റുന്നതായ ആ ഒരു ഭാവം ചിന്തിക്കുമ്പോ സകല ജീവജാലങ്ങളോടുമുള്ള കാരുണ്യമോർത്ത് പ്രഹ്ലാദന്റെ കണ്ണുകൾ നിറയും. കൊച്ചിൽ ഹസതി. അപ്പൊ പ്രഹ്ലാദൻ ചിന്തിക്കും, അല്ല, ഇങ്ങനെയൊക്കെ വേവലാതി അവലാതി ഉള്ളത് കൊണ്ടല്ലേ ഭക്തന്മാർക്ക് ഭഗവാനെ കാണണമെന്ന് തോന്നണത്. അല്ലേ? നമുക്കൊക്കെ ഇപ്പൊ വിചാരിച്ച പോലെ എല്ലാം കിട്ടി സുഖമായിട്ടിരിക്കണു വെച്ചാൽ ആരെങ്കിലും അമ്പലത്തിൽ തൊഴാൻ വരൂ? ഗുരുവായൂരപ്പനെ കാണാൻ വരൂ? മേൽപ്പത്തൂര് പോലും പറയുന്നുണ്ട്, ഈ ഒരു വാതരോഗമില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഗുരുവായൂരപ്പനെ കാണും? അപ്പോ അത്തരത്തിൽ ചിന്തിക്കുമ്പോ കൊച്ചിൽ ഹസതി, പൊട്ടിച്ചിരിക്കും. പെട്ടെന്ന് നൃത്തം വയ്ക്കും. ചിലപ്പോ തന്റെ 2 കണ്ണുകളെയും അടച്ച് അനങ്ങാതെ ധ്യാനിച്ചിരിക്കണത് കാണാം. ഹിരണ്യകശിപു സൂക്ഷിച്ചടുത്ത് വന്ന് നോക്കുമ്പോ അസ്പന്ദ പ്രണയാനന്ദ സലീലാമീലിതേക്ഷണ. കണ്ണടച്ചിരിക്കുന്ന 5 വയസ്സുകാരനായ ആ പ്രഹ്ലാദന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകണത് കാണാം. ഇത് കണ്ടപ്പോ ഹിരണ്യകശിപുവിനൊരു സംശയം, ഇവൻ എവിടുന്ന് കിട്ടി ഈ ഭക്തി എന്ന് മാത്രല്ല, അത്യാവശ്യം വാക്കുകൾ അങ്ങനെ കൂട്ടിച്ചൊല്ലണ പ്രായം എത്തിയപ്പോ പ്രഹ്ലാദന്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ വരണത് ഹരേ നാരായണ ഹരേ നാരായണ എന്ന ഭഗവാന്റെ തിരുനാമം കൂടിയാണ് എന്നറിഞ്ഞപ്പോ സഹിച്ചില്ല. ഹിരണ്യകശിപുവിന് തോന്നി, അല്ല, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം താൻ തപസ്സിന് പോയ സമയത്ത് ഗർഭിണിയായിരുന്ന തന്റെ വധു കയാധുവിനെ ദേവേന്ദ്രൻ കൊല്ലാൻ ശ്രമിച്ചതും ആ സമയത്ത് നാരദരെ രക്ഷിച്ച് നാരദരുടെ ആശ്രമത്തിലേക്ക് ആ കയാധുവിനെ കൊണ്ടുപോയി ആ ആശ്രമത്തിൽ വെച്ചാണ് പ്രഹ്ലാദന് ജന്മം കൊടുത്തത് കയാധു. പിന്നെ ഒരു 3-4 കൊല്ലം കഴിയണത് വരെ 3-4 വയസ്സുവരെ പ്രഹ്ലാദൻ വളർന്നത് നാരദരുടെ ആശ്രമത്തിലാ. ആ സ്വാമി പഠിപ്പിച്ച പണിയായത്. ആ സ്വാമിക്കുണ്ട് എന്ത്? ഈ നാരായണ നാമം ജപം. അപ്പൊ പിന്നെ അത് കേട്ടിട്ടാവില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നാമം ജപിച്ച് പഠിച്ചാൽ ചിലപ്പോ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയാം. ഇപ്പൊ ചെറിയ പ്രായത്തിൽ ഭക്തി ഉണ്ടായാൽ വലിയ കുഴപ്പാവും. അതുകൊണ്ട് എന്ത് വേണം? കഴിയണതും ഭക്തി പിടിക്കണൊരു സമയമുണ്ടല്ലോ, ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ സമയത്താണല്ലോ ഭക്തി പിടിക്കുക. അതിനു മുമ്പ് തന്നെ പതുക്കെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കണം. എന്നാലോ അവിടെ പോയിട്ട് വേണ്ടാത്തതൊക്കെ പഠിച്ചോളൂ, ഈ ഭക്തിയൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ കഴിയണതും ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ പഠിപ്പിക്കുന്നത് ആസുരികമായ പാഠശാല കൂടിയാണെങ്കിൽ പിന്നെ ഒരു തരത്തിലും ഭക്തി ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഹിരണ്യകശിപുവിന്റെ പദ്ധതികൾ നമ്മൾ ചിന്തിക്കണം അല്ലേ? ഈശ്വരഭക്തി ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരുടെയും പദ്ധതി ഇത് തന്നെയാ. ഇന്നത്തെ തലമുറയല്ല, ഇപ്പൊ നാമം ജപിക്കുന്നവരല്ല, ഇപ്പൊ ഭാഗവതം കേൾക്കുന്നവരല്ല, ഇനിയൊരു തലമുറ ഭാഗവതം, ഇനിയൊരു തലമുറ നാമം ജപം ഉണ്ടാവരുത്. അതിന് മുളയിലെ അവരുടെ ഉള്ളിലേക്ക് ഈ അസുരവിത്ത് അസുര സ്വഭാവം കയറ്റാൻ വേണ്ടി തീരുമാനിച്ച് ഹിരണ്യകശിപു പ്രഹ്ലാദനെ പറഞ്ഞയച്ചു പാഠശാലയിലേക്ക്. ഷണ്ടാമർക്കന്മാര് അസുരധർമ്മത്തെ പഠിപ്പിക്കാൻ പരമാവധി പ്രഹ്ലാദന്റെ മുമ്പിൽ ശ്രമിച്ചു. ഒരിക്കൽ ഹിരണ്യകശിപു പ്രഹ്ലാദനെ തന്റെ അരികിലേക്ക് വിളിച്ചു. പ്രഹ്ലാദ, കുറച്ചു ദിവസമായില്ലേ നീ ഇപ്പൊ പാഠശാലയിൽ പോവാൻ തുടങ്ങിയിട്ട്? നീ പഠിച്ചത് മുഴുവനൊന്നും പറഞ്ഞു തരണ്ട, കാരണം എനിക്ക് വലിയ പഠിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മനസ്സിലാവില്ല. പക്ഷേ നീ പഠിച്ചതിൽ വെച്ച് ഉത്തമമായത് നല്ലതെന്താണ് അതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രഹ്ലാദൻ ആ ഹിരണ്യകശിപുവിന്റെ മടിയിലിരുന്ന് ഭഗവത് ഭക്തിയുടെ 9 ഭാവങ്ങളെ നമുക്കായി പറഞ്ഞു തരുന്നത്. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭക്തിയുടെ 9 പടവുകൾ. ഉയർന്ന ഭക്തിയിലേക്ക് എത്താൻ ഏറ്റവും ശ്രേഷ്ഠം ശ്രവണം, കേൾക്കുക. പറ്റാവുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം ഈ 2 കാതുകളിൽ കൂടിയിട്ട് ഭഗവാന്റെ മഹിമകളെ കേട്ട് 2 കാതുകളിൽ കൂടിയിട്ടും ഹൃദയത്തിലേക്ക് ആ ഭഗവാന്റെ മഹിമകളെ നിറച്ചു കഴിഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് ആ ഭഗവാന്റെ മഹിമകള് നാവിൽ കൂടിയിട്ട് പുറത്തേക്ക് വരും. അത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ ഭഗവാന്റെ നാമം, നമ്മൾ പോലും അറിയാതെ ഭഗവാന്റെ ഈശ്വര മഹിമകള് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഭഗവാനെ സ്മരിക്കാനും കീർത്തിക്കാനും അർച്ചിക്കാനും വന്ദനം ചെയ്യാനും ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവവും, അതിനും മുകളില് സഖ്യം. ഭഗവാൻ ആരാ? എന്റെ കൂട്ടുകാരൻ, എന്റെ സന്തോഷത്തിൽ എന്നോടൊപ്പം പങ്കുചേരുന്ന, എന്റെ സങ്കടത്തിൽ എന്റെ കണ്ണുനീരൊപ്പാൻ എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ ഒരു കൂട്ടുകാരനാ ഭഗവാൻ. അതിനും മുകളിൽ ഒരു ഭക്തിയുണ്ട്, ആത്മനിവേദനം. അവിടെ ഞാനില്ല, എന്റേതില്ല, സർവവും ഭഗവാന് സമർപ്പിച്ചതായ ആ പരമഭക്തിയിലേക്ക് ഉയരാൻ ശ്രവണം, കേൾക്കണം. അപ്പോ എവിടുന്ന് തുടങ്ങണം? ഭഗവാന്റെ നാമം കേൾക്കണം. അല്ല, അച്ഛനോട് ഇപ്പൊ ഇതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അച്ഛൻ വരണുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നാരായണ എന്നല്ല നാളെ കാണാന്നും കൂടി പറയാൻ ധൈര്യപ്പെടില്ല. കാരണം നാന്ന് കേട്ട അപ്പ തല പോകും. അപ്പോ അതുകൊണ്ട് അച്ഛന് ഞാൻ നാമം ജപിച്ചു തരാമെന്നും പറഞ്ഞ് പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ മടിയിൽ നിന്ന് ഹരിനാരായണ നാമജപങ്ങ് തുടങ്ങിയതും സഹിച്ചില്ല. വധ്യതാം, ഇതിനെ കൊന്നോളൂ. ദുഷ്ടന്മാരായ അസുരന്മാര് പല വിധത്തിൽ പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ചു. ഒടുക്കം അവരൊക്കെ പരാജയപ്പെട്ടു. തിരിച്ച് പാഠശാലയുടെ ഒരു ഭാഗത്ത് വരുണപാശം കൊണ്ട്, മുൾ കയറുകൊണ്ട് പ്രഹ്ലാദനെ അവിടെ വിരിഞ്ഞു കെട്ടി. ഒന്നുകിൽ ഇത് പട്ടിണി കിടന്ന് ചാവട്ടെ, ഇല്ലെങ്കിലോ യാവൽ ഗുരുർ ഭാർഗവ ആഗമിഷ്യതി, ഗുരുനാഥനായ ശുക്രാചാര്യര് വരട്ടെ, എന്നിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പ്രഹ്ലാദന്റെ കൂട്ടുകാരായ അസുരപാലകന്മാര് പ്രഹ്ലാദന്റെ ചുറ്റുമായിട്ട് വന്നു ചേർന്നു. അവരൊക്കെ പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ,
എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഭക്തി എന്നൊക്കെ പറയണത്? അതൊക്കെ കുറെ വയസ്സായിട്ട് ചെയ്യേണ്ട കാര്യല്ലേ? ഇപ്പൊ നമുക്ക് കളിക്കണം, ധാരാളം പഠിക്കാനുണ്ട്, ധാരാളം സമ്പാദിക്കണം, വിവാഹം കഴിക്കണം, കുട്ടികളെ വളർത്തണം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം വയസ്സാവുമ്പോ എപ്പോഴാ ഭഗവാനെ ആശ്രയിക്കാൻ പോണ്ടത്? എപ്പോഴാ തപസ് ചെയ്യാൻ പോണ്ടത്? എപ്പോഴാ നാമം ജപിക്കാൻ പോണ്ടത്? എപ്പോഴാ സപ്താഹത്തിന് പോണ്ടത് എന്നാണെങ്കിൽ അവസാനം മക്കളൊക്കെ വലുതായി, അവർക്ക് മക്കളായി, വീട്ടില് സമാധാനം കിട്ടണില്ല, സ്വൈരം കിട്ടണില്ല എന്നൊക്കെ ആവുമ്പോ വേണം നാമം ജപിക്കാൻ. അപ്പോഴാണ് നമ്മൾ പാടേണ്ടി വരിക, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നും എന്ന് അവസാന കാലത്ത് ഇത് നരകമായിട്ട് തോന്നണുണ്ടെങ്കിൽ അതുവരെ നാമം ജപിക്കാത്തതിന്റെ കുഴപ്പല്ലേ? അതുവരെ ഈശ്വരനെ സേവിക്കാത്തതിന്റെ കുഴപ്പല്ലേ? അതുകൊണ്ട് അപ്പോഴേക്ക് കാത്തു നിൽക്കണ്ട, ഇപ്പോഴേ തുടങ്ങിക്കൂല. കാരണം കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവം അർത്ഥതം. മാരന്റെ ചാപമേൽക്കാത്തതായ കൗമാരപ്രായം. കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളില് കുനിഷ്ടില്ല, കുശുമ്പില്ല, പരദൂഷണില്ല, അസൂയയില്ല, ഒരു തരത്തിലുള്ളതായ ദുഷിച്ച വികാരവുമില്ല. അതുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ളതായ കളങ്കമില്ലാത്ത ഹൃദയത്തിലേക്ക് ഭഗവാനെ അങ്ങ് പ്രതിഷ്ഠിച്ചാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. നേരെ മറിച്ച് വലുതാവും തോറും ദുരാപൂരേണ കാമേന മോഹേന ച ബരീയസ, അതിൻ്റെ ഉള്ളിലേക്ക് ബന്ധുക്കളായി, സുഹൃത്തുക്കളായി, അയൽക്കാരായി, ശത്രുക്കളായി, ഇങ്ങനെ പലരും വന്ന് സീറ്റ് പിടിച്ച് അവസാന കാലം ഭഗവാന് സ്ഥലം കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും സ്ഥലം ഉണ്ടാവില്ല ഉള്ളില്. അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാനുള്ള സ്ഥലം ഒരുക്കൂ. അല്ല പ്രഹ്ലാദ, വയസ്സായിട്ടും ഞാനേ ഭാഗവതമായതിനൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയമില്ല കേട്ടോ. റിട്ടയർഡായാ പിന്നെ പണിയൊന്നുമില്ലല്ലോ എന്നാണ് വിചാരിക്കുക. റിട്ടയർഡായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് റിട്ടയർഡായ ഒരാൾ എന്നോട് പറഞ്ഞു, റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് ജോലിക്ക് പോകാനെങ്കിലും സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടും സമയമില്ല. അപ്പോ ഇപ്പൊ സമയമുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തോളാന്നല്ലാണ്ടേ നാളേക്ക് വെച്ചാൽ ഒരു ഗ്യാരണ്ടി ഇല്ല നമുക്ക്. അധ്രുവം, വെള്ളത്തിലെ നീർക്കുമിള പോലെ നാളെ കാണാട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു ഗ്യാരണ്ടി പേപ്പറും നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഏത് നിമിഷവും ഇല്ലാണ്ടാകുന്നതായ ഈ ഒരു മനുഷ്യജന്മത്തില്, ഈ ഒരു ജന്മത്തില് ഭഗവാനെ സേവിക്കാൻ ഒരു സമയം വരും, കാത്തിരിക്കരുത്. നാമം ജപിക്കാൻ ഒരു അവസരം വരട്ടെ, കാത്തിരിക്കരുത്. നാവുണ്ടോ? നാമം ജപിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഇവിടെ വച്ച് നാമം ജപിക്കൂ എന്ന് പ്രഹ്ലാദൻ പറയേണ്ട താമസം സകല അസുര ബാലകന്മാരും പറഞ്ഞു, പ്രഹ്ലാദ എങ്കിലൊന്ന് ജപിച്ചു തരൂ. സത്യം പറയട്ടെ, നിന്റെ നാമം ജപം കേൾക്കുമ്പോഴേ ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, ജപിച്ചാലോ. കാരണം മധുരം ഹരിനാമം മാമകരസനയിലനു നിമിഷം അലയായുയരുമ്പോൾ ആനന്ദത്തിൻ കുളിർബാഷ്പം. ആ മധുരമായിട്ടുള്ളതായ നിന്റെ നാമജപം കേൾക്കുമ്പോഴേ ഞങ്ങൾക്കും അറിയാണ്ട് നാവെന്ന് ജപിക്കണം എന്ന് തോന്നാറുണ്ട്. പക്ഷേ നിന്റെ അച്ഛനെ പേടിച്ചിട്ടാ സത്യം പറഞ്ഞ ഇത്ര കാലം ജപിക്കാണ്ടിരുന്നത്. ഇപ്പൊ നീ പറഞ്ഞപ്പോഴുണ്ടല്ലോ, നാളേക്ക് ഇനി ഞങ്ങൾ ഉണ്ടാവോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇനി നിന്റെ അച്ഛൻ ഞങ്ങളുടെ തലയെടുത്താലും കുഴപ്പമില്ല, അതിനു മുമ്പ് ഒന്ന് നാമം ജപിക്കണം പ്രഹ്ലാദ ഞങ്ങൾക്ക് എന്ന് പറയേണ്ട താമസം. എങ്കിൽ നിങ്ങൾ തയ്യാറാണോ? ഞാൻ ജപിച്ചു തരാം എന്ന് പറഞ്ഞ പ്രഹ്ലാദൻ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന് ആ ഭഗവാന്റെ തിരുനാമം അവിടെ ജപിച്ചതും ഓരോ അസുര ബാലകന്മാരും ആ ഭഗവാന്റെ നാമത്തെ അങ്ങനെ ഏറ്റെടുത്തു. ആ കൊട്ടാരത്തിനകത്ത് ഭഗവാന്റെ ഹരിനാമം ഉയർന്ന് എവിടെ ആ നാമതരംഗങ്ങൾ ചെന്ന് തട്ടുന്നുവോ അവിടെ മുഴുവൻ ഭഗവത് ചൈതന്യം നിറഞ്ഞു. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാൻ ആ നാമജപ തരംഗമായിട്ട് ശബ്ദബ്രഹ്മസ്വരൂപിയായിട്ട് പ്രപഞ്ചത്തില്
ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലെ സർവചരാചരങ്ങളിലും സർവഭാവങ്ങളിലും പ്രവേശിച്ചു എന്നാണ്. കാരണം ഹിരണ്യകശിപു എവിടേക്കാ ചൂണ്ടുക എന്നറിയില്ല. പ്രഹ്ലാദൻ എവിടെ ചൂണ്ടിയാലുണ്ട് എന്നേ പറയുള്ളൂ എന്ന് ഉറപ്പാ. അതുകൊണ്ട് തൂണിലും സർവചരാചരങ്ങളിലും ഭഗവാൻ അവിടെ ചൈതന്യമായിട്ട് നിറഞ്ഞു. ഒടുവിൽ ഹിരണ്യകശിപു ചാടി വന്നു. ചവിട്ടേറ്റ ഒരു സർപ്പത്തെ പോലെ ഉരിപ്പിടിച്ച വാളുമായി വന്ന ഹിരണ്യകശിപു കണ്ടത് തിരുനാമം ജപിച്ച് നൃത്തം ചെയ്യുന്ന തന്റെ പുത്രനെ വലിച്ചഴച്ചു കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് പ്രഹ്ലാദനോട് ചോദിച്ചു, ഹേ ധ്രുവിനീത മന്ദാത്മൻ കുലഭേദകരാധമ, അസുരകുലത്തിന് മുഴുവൻ മുൾപ്പടർപ്പായിട്ട് വരുന്ന നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നീ കാണണില്ലേ എന്റെ ഈ പുരികക്കൊടി ഒന്ന് ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോഴേക്കും ഇന്ദ്രാദി ദേവന്മാർ എന്റെ മുൻപിൽ വന്ന് ഒച്ചാനിച്ച് കിടുകിട മുട്ടുവിറച്ചു നിൽക്കുന്നത്? ത്രിലോകങ്ങളെയും കാൽക്കീഴിൽ ഒതുക്കിയ സകല ദേവന്മാരെയും എന്റെ ബലം കൊണ്ട് ഞാൻ പരാജയപ്പെടുത്തിയെന്നിരിക്കെ അങ്ങനെ സർവ്വലോകത്തിനും അധികാരിയായിരിക്കുന്ന എന്റെ മുൻപിൽ വന്നിട്ട് എന്റെ ശത്രുവായ വിഷ്ണുവിന്റെ നാമം ജപിക്കാൻ ശാസനം കിംബലം, നിനക്കാരാടാ ശക്തി തന്നത് എന്ന് ദേഷ്യം പിടിച്ച് മുഷ്ടി ചുരുട്ടി ഹിരണ്യകശിപു ഒരു ചോദ്യം ചോദിച്ചപ്പോ പ്രഹ്ലാദൻ ഒരു ഉത്തരം പറഞ്ഞു, ന കേവലം മേ ഭവതശ്ചരാചൻ. അച്ഛനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ബലം എന്ന് ഈ നാവ് കൊണ്ട് പറയാൻ അച്ഛൻ ആരാ ബലം തന്നത്? ഈ താഴ്ത്തിയ കൈകൾ ഇങ്ങനെ ഉയർത്താൻ അച്ഛൻ ആരാ ബലം തന്നത്? ഈ വിരലുകൾ ഇങ്ങനെ മുഷ്ടിയായി ചുരുട്ടി പിടിക്കാൻ അച്ഛൻ ആരാ ബലം തന്നത്? എന്തിന്? ശ്വാസോച്ഛ്വാസം ചെയ്യാൻ നമുക്ക് ആരാ ബലം തരുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളില് ജീവന്റെ സ്പന്ദനം നിലനിർത്താൻ 24 മണിക്കൂറും നടക്കുന്നതായ ആ ശ്വാസോച്ഛ്വാസം എന്ന പ്രവൃത്തി പോലും നമ്മളുടെ ബലം കൊണ്ടല്ല, നമ്മുടെ ഓർമ്മ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്നിരിക്കെ എനിക്കൊരു ബലമില്ല, അച്ഛനൊരു ബലമില്ല, പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ബലമേ ഉള്ളൂ. അത് ഭഗവാൻ ചക്രപാണിയായ എന്റെ ജഗന്നാഥനായ ഭഗവാനാണ് എന്ന പ്രഹ്ലാദന്റെ വാക്ക് കേട്ടതും പൊട്ടിച്ചിരിച്ചു. നീ മരിക്കാൻ പോവുക. ചാവണത്തിന് മുമ്പുള്ള നിന്റെ ഈ പിച്ചുമ്പയും പറയല് അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. നിന്നെ ഞാൻ കൊല്ലും, പക്ഷേ അതിനു മുമ്പ് എനിക്ക് കയ്യിൽ കിട്ടേണ്ട ഒരുത്തനുണ്ട്. നീ പറയണുണ്ടല്ലോ ജഗദീശ്വരൻ, ജഗന്നാഥൻ, ജഗത്പ്രഭു എന്നൊക്കെ. അങ്ങനെ നീ പറയുന്നത് പോലെ ഭഗവാൻ മഹാവിഷ്ണു ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരനാണെങ്കിൽ ക്വാസൗ, എവിടെയാവനുള്ളത് എന്ന ആ ഹിരണ്യകശിപുവിന്റെ അട്ടഹാസം കേട്ട് പ്രഹ്ലാദൻ ചുറ്റുമായിട്ടൊരു നോട്ടം നോക്കി. പ്രഹ്ലാദൻ ചുറ്റും നോക്കുന്നത് കണ്ടപ്പോ ഹിരണ്യകശിപു പൊട്ടിച്ചിരിച്ചു. നോക്കണ്ട, അവൻ എന്റെ മുമ്പിലേക്ക് വരില്ല പേടിച്ചിട്ട്. ഇപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ ഞാൻ നോക്കിയത് അവൻ എവിടെയാ ഉള്ളത് എന്നല്ല, അവൻ എവിടെയാ ഇല്ലാത്തത്. സർവത്ര, സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഇതങ്ങ് കേട്ടതും സഹിച്ചില്ല ഹിരണ്യകശിപുവിന്റെ. ഒടുവിൽ ഹിരണ്യകശിപു ഒട്ടുമില്ല എന്നുറപ്പിച്ചൊരു സ്ഥലം, കസ്മാൽ സ്തംഭേന, എങ്കിൽ എന്റെ കൊട്ടാരത്തിനകത്തുള്ളതായ ഈ തൂണിനകത്ത് എന്തുകൊണ്ട് നിന്റെ വിഷ്ണുവിനെ ഞാൻ കാണുന്നില്ല എന്ന് ചോദിച്ചതും പ്രഹ്ലാദൻ ആ തൂണിലേക്കൊരു നോട്ടം നോക്കി. അവിടെ പിന്നെ പ്രഹ്ലാദൻ കണ്ടത് തൂണല്ല, ശംഖചക്ര ഗദാധാരിയായി പീതാംബരപ്പട്ടുടുത്ത് പുഞ്ചലമ്പ് ചാർത്തി വനമാല ചാർത്തി പീലിക്കിരീടം ചൂടി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കടാക്ഷിക്കുന്ന സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ, ശ്രീമന്നാരായണനെ കണ്ടതും ഭഗവാൻ ആ താമരക്കണ്ണുകളെ കൊണ്ട് പ്രഹ്ലാദൻ അനുവാദം കൊടുത്തു. പ്രഹ്ലാദ പറഞ്ഞോളൂ, ഞാനിവിടെ തയ്യാറായി നിൽക്കുക. ആ നിമിഷം തൊഴുതുകൊണ്ട് ആ തൂണിനകത്തും ചൈതന്യമായി നിൽക്കുന്ന ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യതേ. അച്ഛാ, ഈ തൂണിനകത്ത് സർവേശ്വരനായ ആ ഭഗവാനെ ഞാനിതാ വ്യക്തമായി കാണുന്നു എന്ന് പറയേണ്ട താമസം ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. ഇവൻ ആളെ കളിയാക്കുക. വെറുതെ ഒരു തൂണ് നോക്കിയിട്ട് അവൻ പ്രദക്ഷിണം വെക്കുന്നു, തൂണിന് നോക്കിയിട്ട് നമസ്കരിക്കുന്നു. ശരി, അങ്ങനെ നീ പറയുന്ന പോലെ ഒരുത്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ തൂണ് ഇടിച്ചു പൊളിക്കും. ആ തൂണ് വളരുമ്പോ അതിനകത്ത് നിന്റെ വിഷ്ണു പുറത്തേക്ക് വരട്ടെ. നിന്റെ മുൻപിൽ വെച്ച് ആ വിഷ്ണുവിന്റെ കഥ ഞാൻ കഴിക്കുമ്പോ ത്രിലോകാധിപതിയായ ഹിരണ്യകശിപുവിന്റെ ബലം നിനക്ക് ബോധ്യമാകും എന്ന് പറഞ്ഞ് പ്രഹ്ലാദന്റെ മുൻപിൽ നിന്ന് ഒരു കൈകൊണ്ട് പ്രഹ്ലാദനെ തട്ടിമാറ്റി വാളൂരി പിടിച്ചതായ ആ മുഷ്ടി കൊണ്ട് സ്തംഭം തതാട അതിബലസ്വമുഷ്ഠിന ഓടിവന്ന് അതിശക്തിയായിട്ട് ആ തൂണിലേക്ക് ഹിരണ്യകശിപു ഇടിയിടിച്ചതും തതൈവ തസ്മിന്നിനതോ അതിഭീഷണോ ബഭൂവ ഏനാണ്ടകടാഹമസ്ഫുടൽ. അവിടെ പിന്നെ കേട്ടത് തൂണ് വളരണ ഒരു ശബ്ദമൊന്നല്ല,
ഘോരമായ ഒരു അട്ടഹാസം മുഴങ്ങി. ആ അട്ടഹാസത്തിൽ അണ്ടകടാഹങ്ങൾ കിടുകിട പറച്ചു. സൂര്യചന്ദ്രന്മാര് പേടിച്ചൊളിച്ചു. സമുദ്രം കരകയറി വന്നു. പർവ്വതങ്ങൾ ചെരിഞ്ഞു വീണു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ കിടുകിട ഭയന്നതായ പിറച്ചതായ ആ ഒരു രംഗത്തില് ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിനകത്തുള്ള സകല തൂണുകളും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. താൻ ഇടിച്ചതായ ആ തൂണ് സാവധാനത്തില് നടുവിൽ കൂടി പിളരണതായിട്ട് ഹിരണ്യകശിപു കണ്ടു. അതിനകത്തുനിന്ന് എന്തെന്നില്ലാത്തതായ ഒരു ചൈതന്യം പുറത്തേക്ക് അഗ്നിസ്ഫുലിക്കങ്ങൾ തെറിച്ചു വരണതായിട്ട് കണ്ടു. ആ ഒരു ചൈതന്യം ഇറങ്ങി തന്റെ നേരെ വരുന്നതായിട്ട് തോന്നിയതും ഹിരണ്യകശിപു ഓരോ അടി പിറകോട്ട് വെച്ചു. തന്റെ മുൻപിലേക്ക് അടുത്തേക്ക് ആ അത്ഭുത രൂപം വരണുണ്ട് എന്ന് കണ്ടപ്പോ കണ്ണു തുറന്നൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത ആ തേജസ്, അതിനെ ഒന്ന് നോക്കാൻ സാധിക്കാതെ കണ്ണടച്ച് ഹിരണ്യകശിപു പിറകോട്ട് നടന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് തന്റെ കണ്ണുകളെ തിരുമ്മി ഹിരണ്യകശിപു അടിമുതല് കാണാൻ ശ്രമിച്ചു. കണ്ടത് പൊഞ്ചിലം പണിഞ്ഞതായ പാതാരവിന്ദം, അതിന് മുകളില് ഞൊറിഞ്ഞുടുത്തതായ പീതാംബരപ്പെട്ട്, അതിന് മുകളിൽ വിരിഞ്ഞതായ വക്ഷസ്സിൽ ആടിയുലയുന്നതായ പലതരം ആഭരണങ്ങള്, 16 കൈകള്, അതിൽ 12 കൈകളിൽ പലവിധത്തിലുള്ള ആയുധങ്ങള്, 4 കൈകളിൽ കൂട്ടിമുട്ടുമ്പോ തീപൊരി പറക്കുന്നതായ നഖായുധങ്ങള്. അപ്പോഴൊന്നും ഹിരണ്യകശിപു പതറിയില്ല. കാരണം ദേവൻ കൊല്ലില്ല, മനുഷ്യൻ കൊല്ലില്ല, ഗന്ധർവൻ കൊല്ലില്ല, ചാരണൻ കൊല്ലില്ല എന്നൊക്കെ സമാധാനിച്ച് അവിടുന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അഹോ, അവിടുന്ന് പിന്നെ ഭാവമൊക്കെ മാറി. ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോ കണ്ടത് കേശഭാരം കിരീടവും ഉയർത്തിപ്പിടിച്ച പടുകൂറ്റൻ ചെവികളും ആടിപ്പറക്കുന്നതായ വെളുത്ത സടാരോമങ്ങളും കനൽക്കട്ട പോലെ തിളങ്ങുന്നതായ 2 ഉണ്ടക്കണ്ണുകളും കൊടുങ്കാറ്റ് പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതായ നാസികാദ്വാരങ്ങളും ഗുഹ പോലെ തുറന്നിരിക്കുന്ന വായയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുവരുന്ന 2 മഞ്ഞ ദംഷ്ട്രകളും നീട്ടിവെച്ചതായ രക്തം ഇറ്റിറ്റി വീഴുന്നതായ ആ ഘോരമായ നാവും കണ്ടതും ഹിരണ്യകശിപു പേടിച്ചൊരടി പിറകോട്ട് വെച്ചു. പിന്നെ ഉറപ്പിച്ചു, നൂനം വിഷ്ണുരയം, കള്ളവേഷം കെട്ടുന്നതായ വിഷ്ണുവിന്റെ മറ്റൊരു വേഷം കെട്ട എന്നുറപ്പിച്ച് കയ്യിൽ വാളും പരിചയമേന്തി ആ നരസിംഹമൂർത്തിയുടെ മാരടത്തിലേക്ക് കുതിച്ചു ചാടി ഹിരണ്യകശിപു. തന്റെ മാരടത്തിലേക്ക് കുതിച്ചു വരുന്നതായ ആ ഹിരണ്യകശിപുവിനെ ഭഗവാൻ തന്റെ 4 തൃക്കൈകളെ കൊണ്ട് വാരി മാരടത്തിലേക്ക് ഒന്ന് ചേർത്തു പിടിച്ചു. എത്രയായാലും വൈകുണ്ഠത്തിൽ നിന്ന് തന്നെ വിട്ടുപോയ തന്റെ ഭൃത്യന്മാരിൽ ഒരാളല്ലേ, എത്ര കാലായി ഇങ്ങനെ ഒന്ന് കാണാണ്ട് എന്ന ഭാവത്തില് ഒന്ന് മാരടത്തിലേക്ക് ചേർത്ത് പിടിച്ചതും ഉത്തറി മാറി അതിഗംഭീരമായിട്ടുള്ളതായ യുദ്ധതന്ത്രങ്ങള്. ആ യുദ്ധം സന്ധ്യ കഴിയണതായ സമയം വരെ നീണ്ടുനിന്നു. ഒടുവിൽ ക്ഷീണിച്ചവശനായ ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ വലിച്ചഴച്ച് കൊണ്ടുവന്ന് ഉമ്മറപ്പടയിലേക്ക് ഭഗവാൻ അവിടെ ചാടിക്കയറിയിരുന്ന് തന്റെ മടിത്തട്ടിലേക്ക് തൃപ്പാദം കൊണ്ട് ആ ശരീരത്തെ തട്ടി മലർത്തിക്കിടത്തി 2 കൈകളുള്ളതായ നഖായുധങ്ങളെ കൊണ്ട് ഗരുഡൻ സർപ്പത്തെ പിടിക്കുന്നത് പോലെ അവിടെ ഇറുകിപ്പിടിച്ചു. ഒന്നവിടെ അമർത്തിയതും ഹിരണ്യകശിപുവിന്റെ മാരിടം ഉയർന്നു വന്നു. അവിടെ വിരിഞ്ഞു നിൽക്കുന്നതായ ആ മാരിടത്തിലേക്ക് ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു. അതിനകത്ത് തനിക്കായി നൽകാൻ ആ ഹൃദയ സരോരുഹം, ഹൃദയമാകുന്ന താമരപ്പൂവ് കരുതി വച്ചിരിക്കണോ എന്ന് കണ്ടതും നഖാങ്കുരോൽപാടിത, കൂട്ടിമുട്ടുമ്പോ തീ പറക്കുന്നതായ ആ തൃക്കൈകളിലെ നഖായുധങ്ങളെ ഭഗവാൻ തൃക്കൈകളെ മുകളിലേക്ക് അവിടെ ഉയർത്തി ബ്രഹ്മാദി ദേവന്മാരെ മുഴുവൻ ഒന്ന് കടാക്ഷിച്ചു. പ്രഹ്ലാദനെ ഒന്ന് അനുഗ്രഹിച്ച് ഹിരണ്യകശിപുവിന്റെ വിരിഞ്ഞതായ മാറിടത്തിലേക്ക് ആ നഖായുധങ്ങളെ ഭഗവാൻ കുത്തിയിറക്കി 2 ഭാഗത്തേക്കായി പൊളിച്ചപ്പോ അതിൽ നിറഞ്ഞിരുന്നതായ രക്തം ഭഗവാന്റെ ശരീരത്തിലേക്ക് അഭിഷേകമായി വന്നു. ഭഗവാന്റെ ഭാവം ആകെ മാറി. ചുടുകണ്ണുകളോടുകൂടിയിട്ട് ആ ഭഗവാൻ നഖായുധങ്ങളെ ഹിരണ്യകശിപുവിന്റെ മാറിടത്തിനകത്തേക്ക് കൊണ്ടുപോയി അതിനകത്തുള്ള സകല അവയവങ്ങളെയും വാരി പുറത്തേക്കിട്ടു. അതിനകത്തേക്ക് നാവ് കൊണ്ടുപോയി അതിനകത്തുള്ള രക്തം മുഴുവൻ വലിച്ചു കുടിച്ചു. ശേഷിച്ചതായ കുടൽമാലയെ തന്റെ കണ്ഠത്തില് തിരുവാഭരണമായി ചുറ്റിവെച്ച് ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ വലിച്ചെറിഞ്ഞ് ഘോരഘോരമായി അട്ടഹസിച്ചു നിൽക്കുന്നതായ അത്യദ്ഭുത നരസിംഹാവതാരം കണ്ട് ബ്രഹ്മാദികള്, നാരദാദികള്, സിദ്ധഗന്ധർവ ചാരണ പന്നകാദികള് ഒന്ന് സ്തുതിക്കാൻ പോലും ശക്തിയില്ലാതെ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. സാത്വിക ബ്രഹ്മം, സത്വഗുണമൂർത്തി, നിഷ്കള ബ്രഹ്മം എന്നൊക്കെ കരുതിയിരുന്നതായ ആ സത്വമൂർത്തിയായ മഹാവിഷ്ണുവിന്റെ ഈ അത്ഭുത ഭാവം കണ്ട് എങ്ങനെ സ്തുതിക്കും, എങ്ങനെ നമസ്കരിക്കും എന്നറിയാതെ അവരൊക്കെ വിഷമിച്ചപ്പോഴാണ് പ്രഹ്ലാദൻ എന്ന പരമഭാഗവതനിത ഒരു നമസ്കാരം കൊണ്ട് ആ ഭഗവാന്റെ പുഞ്ചിലം പണിഞ്ഞ പാദത്തിലേക്ക് ഒരൊറ്റ നമസ്കാരം കൊണ്ട് ഭഗവാനെ അവിടെ ശാന്തനാക്കുന്നത്. പാദത്തിൽ നമസ്കരിച്ച പരമഭാഗവതനായ പ്രഹ്ലാദനെ വാരിയെടുത്ത തന്റെ മടിത്തട്ടിലേക്ക് ഭഗവാൻ ഇരുത്തുമ്പോഴേക്കും ഭഗവാന്റെ നഖായുധങ്ങൾ അവിടെ മാഞ്ഞുപോയി.
ദംഷ്ട്രകൾ അവിടെ മറഞ്ഞുപോയി. കനൽക്കട്ട പോലെ തടങ്ങിയിരുന്നതായ ഭഗവാന്റെ ഉണ്ട കണ്ണുകള് ക്രമേണ ക്രമേണ ആർദ്രമായി എന്നു മാത്രല്ല, ആ ഭഗവാന്റെ കണ്ണുനീര് പ്രഹ്ലാദന്റെ ശരീരത്തില് ഒരഭിഷേകമായി ഭവിച്ചു. അങ്ങനെ നരസിംഹമൂർത്തിയുടെ മടിത്തട്ടിലിരിക്കുന്ന പ്രഹ്ലാദനെ തന്റെ മാറിടത്തിലേക്ക് ചേർത്തുപിടിച്ച് കാരുണ്യത്തോടുകൂടി തന്നെ കടാക്ഷിക്കുന്ന ആ ഭഗവാനെ പ്രഹ്ലാദനിത അതിഗംഭീരമായി സ്തുതിച്ചു. ബ്രഹ്മാദയ സുരഗണാമുനയോധസിദ്ധ സത്വൈകതാനമതയോ വജസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാഭി പിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരി ഉഗ്രജാതേ. ബ്രഹ്മാദിദേവന്മാര് മാറി മാറി സ്തുതിച്ചിട്ടടങ്ങാത്ത അങ്ങയുടെ ക്രോധം കേവലം അസുരകുലത്തിൽ പറന്ന ഒരു 5 വയസ്സുകാരനായ എന്റെ നമസ്കാരത്താൽ അസ്തമിച്ചു എന്നുണ്ടെങ്കിൽ ഭഗവാനെ, അങ്ങയെപ്പോലെ ഭക്തവാത്സല്യം, അങ്ങയെപ്പോലെ ഭക്തപ്രിയൻ ഈ ലോകത്ത് വേറെ ആരുണ്ട് എന്ന ഭാവത്തിൽ പ്രഹ്ലാദൻ സ്തുതിക്കുന്നതും ആ സ്തുതി കേട്ട് സന്തോഷിച്ച് സകല ചരാചരങ്ങളെയും അനുഗ്രഹിച്ച് ലക്ഷ്മീദേവിയെ ചേർത്തിരുത്തി പ്രഹ്ലാദനോടൊപ്പം ലോകത്തെ അനുഗ്രഹിച്ച പ്രഹ്ലാദപ്രിയനായ ആ ലക്ഷ്മീ നരസിംഹമൂർത്തി നമുക്കും വേണ്ടതായ ഭക്തിയെ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ പ്രകരണത്തെ സമർപ്പിക്കാം.